സോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ISL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ വിട്ടിട്ട് ഒരുപാട് ദിവസമായി. ഇന്ത്യൻ ഫുട്ബോൾ വെച്ചിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ വിട്ടിട്ടിപ്പോൾ ഏകദേശം മാസങ്ങളോളമായി എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വീഡിയോസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും അതുപോലെയുള്ള ബാക്കിയുള്ള തിരക്കുകൾ കാരണം അത് വിട്ടുപോയതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. എനിക്ക് തോന്നിയിട്ടുള്ള എൻ്റെ തോട്ടിൽ വരുന്ന എക്സ്പീരിയൻസ് ഉള്ള ISL കളിച്ചിട്ടുള്ള കളിക്കാരെ വെച്ചിട്ടുള്ള ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഇന്ന് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫോറിൻ താരങ്ങളാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് അടിയിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഓരോ ഇൻസ്പിറേഷനും. സോ ഞാൻ വല്ലാതെ പറഞ്ഞു കേട്ടിട്ടില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്നും ഏറ്റവും കൂടുതൽ വ്യത്യസ്തമാകുന്നത് ബ്ലാസ്റ്റേഴ്സിന് പരാജയം എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെൻറ്റ് മാത്രമാണ്. നമ്മുടെ മാനേജ്മെൻറ്റാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഏകദേശം ഒരു 5-6 കൊല്ലമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയല്ല, അതായത് ഫാൻ ബേസ് പോലും കുറഞ്ഞിട്ടുള്ള പല ക്ലബ്ബുകൾക്കും ഇന്ന് ഇന്ത്യൻ ട്രോഫി എന്ന് പറയാൻ എന്തെങ്കിലും ഒരു സംഭവം കയ്യിലുണ്ട്. ISL തന്നെ ടോപ്പ് ലിസ്റ്റ് ക്ലബ്ബുകളാണ് ഇന്ന് ഇന്ത്യൻ ഫുട്ബോളിൽ തട്ടിക്കൊണ്ടിരിക്കുന്ന പല ക്ലബ്ബുകളും. സോ ഏറ്റവും ബാഡായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ഇത്രയും സീസൺ, അതായത് 10-11 വർഷമായിട്ട് ഇതുവരെയായിട്ട് ഒരു മുൻതൂക്കം പോലും ഇല്ലാത്ത ഒരു ക്ലബ്ബ് ഏതാണെന്ന് ചോദിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്നേ പറയാനായിട്ട് പറ്റുള്ളൂ. വിമർശനങ്ങൾ മാത്രമുള്ള ഒരേ ഒരു ക്ലബ്ബ് അത് തന്നെയാണ്. 2014 കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാകുന്നു. സാക്ഷാൽ സച്ചിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു ക്ലബ്ബ് നമുക്ക് കൊയ്ത് വീണ് കിട്ടുന്നു. പിന്നീട് കേരളം മൊത്തം ആ ക്ലബ്ബിന് നെഞ്ചിലേറ്റിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 3-4 സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാത്ത കേരളത്തിലെ ജനങ്ങൾ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. ഏറ്റവും കൂടുതൽ വയസ്സായവരും കുട്ടികളും അടക്കം ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ലൈവായിട്ട് വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കൊച്ചിയിലെ സ്റ്റേഡിയങ്ങൾ നിറഞ്ഞു തുളുമ്പിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഗതിയിൽ നിന്നും ഈ ടീമിനെ ഇത്രയും വലിയ ഒരു ബാഡ് സിറ്റുവേഷനിലേക്ക്, അല്ലെങ്കിൽ ആൾക്കാർ പോലും കാണാൻ പറ്റാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് മാനേജ്മെൻറ്റ് തന്നെയാണ്. ഓരോ സീസൺ കഴിയുമ്പോഴും വിമർശനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന പല ക്ലബ്ബുകളും മുന്നോടിയായിട്ട് കയറി വരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ പോലെയുള്ള ക്ലബ്ബുകൾ അതിനുദാഹരണമാണ്. ബട്ട് ഇന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു താഴ്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലബ്ബാണ് എന്നുള്ളതാണ് സാരം. ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു റീപ്ലേസ്മെൻറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് അതല്ലെങ്കിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ചിട്ടുള്ള താരങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സ്ക്വാഡ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഏകദേശം ഉറപ്പായിട്ടുള്ള 2 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ക്വാമി പെപ്ര ആൻഡ് മിലോസ് റിൻസിച്ച്. ഇവർ 2 പേരും പോകുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പെപ്രയാണ് ഏറ്റവും കൂടുതൽ ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഏകദേശം 35ഓളം മത്സരങ്ങൾ സീസണിലെ ഏകദേശം 2-3 സീസണോളം പെപ്ര കളിച്ചിട്ടുണ്ട്. 8 ഗോളുകൾ മാത്രമാണ് താരത്തിന് അടിച്ചു കൂട്ടാൻ സാധിച്ചത്. ഒരൊറ്റ അസിസ്റ്റ് മാത്രമാണ് താരത്തിൻ്റെ കാലിൽ നിന്നും വന്നിട്ടുള്ളത്. എല്ലാം കുറവാണ് എന്നുള്ളതാണ്. ഷോട്ട് ഓൺ ടാർജറ്റ് പോലും കുറവാണ്. ബട്ട് എന്നാലും നമ്മൾ ആരാധകർ പറയുന്ന ഒരു കാര്യം, പെപ്ര നല്ല ഹാർഡ് വർക്ക് താരമാണ്, പെപ്ര നല്ലോണം ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പെപ്രയുടെ ആ ഒരു ഫിറ്റ്നസ് കിടിലമാണ്. ബട്ട് നമുക്ക് ഉപകാരം ആയിക്കൊണ്ടിരിക്കുന്നില്ല എന്നുള്ളതാണ്. ചില കളികളിൽ മാത്രം ഒരു ഫോർവേഡിനെ, ഒരു മെയിനായിട്ടുള്ള ഒരു ഫോറിൻ പ്ലെയർ ഉപകാരമായതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. സോ പെപ്രയെ എന്തായാലും അവിടെ നിന്ന് മാറ്റേണ്ടി വരും. ഇതേ സമയം ആ ഒരു സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ISL എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സിനെ മാത്രമേ പറയുള്ളൂ. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പല പ്ലേയേഴ്സും വന്നു കഴിഞ്ഞാൽ 6-7 മത്സരങ്ങൾക്ക് ശേഷമൊക്കെ ആയിരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പ്രമാണിച്ച് ഞാൻ പറയാൻ പോകുന്നത് ഒന്നെങ്കിൽ വിൽമർ ജോർഡൻ എന്ന് പറയുന്ന നമ്മുടെ പഴയ പഞ്ചാബിൻ്റെ ഇപ്പോഴത്തെ ചെന്നൈയുടെ താരം ഉണ്ടല്ലോ, താരത്തിനെ കൊണ്ടുവന്ന കുറച്ചുകൂടെ ഉപകാരമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം 49 മത്സരങ്ങളാണ് ISL ടോട്ടലായിട്ട് താരം കളിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 26ഓളം ഗോളുകളും 4 അസിസ്റ്റ്, 2 അസിസ്റ്റുകളും നേടിയിട്ടുള്ള ഒരു താരമാണ്. ഇതുപോലെ മറ്റൊരു താരം എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത് ചീമയാണ്, അതായത് ചെന്നൈയിൻ FC കളിക്കാരനായിട്ടുള്ള ചീമ. സോ ഇവരെ ഒന്നും കിട്ടുമോ, അതല്ലെങ്കിൽ ഇവരൊക്കെ ഇപ്പോൾ വരും കാത്തിരുന്നാൽ മതി, ആ ഒരു കമൻറ്റ് ഇടരുത്. കാരണം ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ആണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ ആയാൽ എങ്ങനെയായിരിക്കും നമ്മളെ ടീം എന്നുള്ളത് നമുക്ക് കണ്ടറിഞ്ഞ് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ബട്ട് ഐ ലൈക്ക് ചീമയേക്കാൾ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടമാകുന്നത് വിൽമർ ജോർഡനെയാണ്. കാരണം ആ ഒരു പൊസിഷനിൽ നിന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കളിക്കാരനാണ്. കാരണം നമുക്ക് നോഹ സദോയി അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ നിന്ന് കളിക്കാൻ പറ്റിയിട്ടുള്ളൊരു കളിക്കാരനാണ് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ട്രെങ്ത് ഉണ്ട്, സ്ട്രോങ് ആണ്. 2 പ്ലെയറും ഒരുപോലെയുള്ള കളിക്കാർ തന്നെയാണ്. ബട്ട് വിൽമർ ജോർഡൻ ഒന്നും കൂടെ ഇമ്പ്രസീവ് ആയിട്ടുള്ള, എനിക്ക് കുറച്ചും കൂടെ ഇമ്പ്രസ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ താരം മിലോസ് റിൻസിച്ചാണ്. നല്ലൊരു വിദേശ ഡിഫൻഡർ ഇല്ലാതെ ഒരിക്കലും കേരള ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. നമുക്ക് പഴയ ലെസ്കോവിച്ചിൻ്റെ, അതായത് നമ്മുടെ ആ ഒരു വലിയേട്ടൻ്റെ സ്ട്രെങ്ത്തും സ്ട്രോങ്ങും മെൻറ്റാലിറ്റിയും ആ ഒരു ടാക്ലിങ് ആ ഒരു ഫിസിക്കൊക്കെ ഉള്ള ഒരു കളിക്കാരനാണ് നമുക്ക് ആവശ്യം.
ബട്ട് ഇന്ന് ISL തന്നെ അങ്ങനത്തെ ഒരു ഡിഫൻഡർ ഇല്ല, കാണാൻ പറ്റൂല, നമുക്ക് വല്ലാതെ കാണാൻ പറ്റൂല. എന്നാലും ഞാൻ പറയാം ഈ ഒരു സ്ഥാനത്തേക്ക് വരുന്നത് ഒഡെയോനിന്ത്യ ആയിരിക്കണം എന്നുള്ളത്. കാരണം ഗോവ ഒരിക്കലും ആ ഒരു താരത്തെ വിട്ടുകൊടുക്കാനായിട്ട് സാധ്യതയില്ല. ബട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഡിഫൻസ് നിരയിൽ ഒഡെയോനിന്ത്യ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇതല്ലെങ്കിൽ മറ്റൊരു താരം സ്റ്റീഫൻ എസെ, ജംഷഡ്പൂരിൻ്റെ സ്റ്റീഫൻ എസെയാണ്. സോ ഇതും വരാനായിട്ട് സാധ്യതയൊന്നുമില്ല. ബട്ട് നമ്മൾ ചിന്തിക്കാം, നമ്മളെ മാനേജ്മെൻറ്റ് ഇവരെ പോലെയുള്ള കളിക്കാരെ എത്തിക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സീസൺ നമുക്ക് ചിലപ്പോൾ കപ്പടിക്കാനും അതിൻ്റെ അടുത്തെത്താനൊക്കെ നല്ല രീതിയിൽ സാധിച്ചെന്ന് വരും എന്നുള്ളതാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇതിൽ തന്നെ നമുക്കറിയാം സ്റ്റീഫൻ എസെ 7 ഗോളുകൾ ഈ 2 സീസണിൽ 7 ഗോളുകൾ നേടിയിട്ടുള്ളൊരു താരമാണ്. പിന്നെ ബെഗാനിൽ നിന്നും ഒരു താരത്തെയും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല. അപ്പം നമുക്ക് തന്നെ ഒരുപാട് റോഡ്രിഗോസിനെ പോലെയുള്ള താരങ്ങളുണ്ട്, ടോമൽ റെഡിനെ പോലെയുള്ള താരങ്ങളുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല, കാരണം ബെഗാനെ പോലത്തെ താരങ്ങളൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയണില്ല അങ്ങനത്തെ താരങ്ങളെ എത്തിക്കോ ഇല്ലേ എന്നുള്ളത്. ഇനി ഇതിൽപ്പെട്ടുള്ള മൂന്നാമത്തെ ഒരു താരം ലെഗാട്ടോറാണ്. ലെഗാത്തോറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സീസൺ കൂടെ അദ്ദേഹത്തിന് ബാക്കിയുണ്ട്. ബട്ട് അദ്ദേഹത്തെയും ഒഴിവാക്കിയിട്ട് മറ്റൊരു താരത്തെ കൊണ്ടുവരണം എന്നേ ഞാൻ പറയുള്ളൂ. ബട്ട് അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത്തും അതുപോലെ ഹൈറ്റും ഫിറ്റ്നസ് ഉള്ള ഒരു കളിക്കാരൻ, ഒരു DMF റോൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു കളിക്കാരൻ. സോ അതിന് നല്ല രീതിയിൽ പോസിബിളായിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കളിക്കാരൻ, ഒരു എക്സ്പീരിയൻസ് കളിക്കാരൻ എന്ന് പറയുന്നത് മുംബൈ സിറ്റി FCയുടെ യോൽ വാനീഫ് എന്ന് പറയുന്ന കളിക്കാരനാണ്. ഹൈറ്റ് ഉണ്ട്, സ്ട്രോങ് ഉണ്ട്, നല്ല ഹാർഡ് വർക്ക് ഉള്ള ഒരു പ്ലെയറാണ്, കിട്ടിലൻ ഷോട്ടുകൾ കാലിൽ നിന്ന് വരുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ മറ്റൊരു താരമാണ് ഹെക്ടർ യൂസ്റ്റേ എന്ന് പറയുന്ന 2 കളിക്കാർ. ഹെക്ടർ യൂസ്റ്റേ ഞാൻ വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്നില്ല, എന്നാലും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നുള്ളൂ. ബട്ട് സ്റ്റിൽ യോൽ വാനീഫൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു മിഡ്ഫീൽഡ് നിര കുറച്ചുകൂടെ ഭദ്രമാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നാലാമതായിട്ടുള്ള നമ്മളെ കളിക്കാരെന്ന് പറയുന്നത് ചിലപ്പോൾ അഡ്രിയാൻ ലൂണ ആയിരിക്കാം, അല്ലെങ്കിൽ ഹീസോസ് ഇമിനിയസ് ആയിരിക്കാം. കാരണം ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി ഹീസോസ് ഇമിനിയസിനെ പറഞ്ഞു വിടുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ജെയ്സൺ കമ്മിങ്സിനെ പോലെയുള്ള താരങ്ങളൊക്കെ കൊണ്ടുവരണം. ബട്ട് അതൊന്നും ഒരിക്കലും നടക്കൂല. എന്നാലും ചിന്തിക്കാൻ പറ്റിയിട്ടുള്ള പല താരങ്ങളും ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഹീസസ് ഇമിനിയസിൻ്റെ ആ ഒരു ഭാഗം പൂർത്തിയാക്കാൻ നല്ലൊരു ഫോർവേഡിനെ നമുക്ക് അത്യാവശ്യമാണ്. ഫോർവേഡ് നിരയായിട്ടുള്ള ഒരു കളിക്കാരൻ നമുക്ക് ആവശ്യമാണ്. അത് ഞാൻ ഒപ്പീനിയൻ പറയുന്നില്ല, അത് നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ അഡ്രിയാൻ ലൂണയെ ഒഴിവാക്കുകയാണെങ്കിൽ ആ പൊസിഷനിലേക്ക് ഗ്രേഗ് സ്റ്റുവർട്ട് അല്ല എന്നുണ്ടെങ്കിൽ കോർണർ ഷീൽഡ്സ്, ഈ 2 താരങ്ങളിൽ ഒരു താരമല്ലാതെ ISL എക്സ്പീരിയൻസ് ഉള്ള വേറെ ആര് താരം വന്നു കഴിഞ്ഞാലും പതറാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇവർ 2 പേരും നല്ല ക്ലിയർ ആയിട്ടുള്ള, നല്ല കിടിലൻ മൈൻഡ് സെറ്റുള്ള, നല്ല കിടിലൻ രീതിക്ക് കളിക്കുന്ന കളിക്കാരാണ്. ഞാൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് ഗ്രേഗ് സ്റ്റുവർട്ട് തന്നെയാണ്. കാരണം ഗ്രേഗ് സ്റ്റുവർട്ടിൻ്റെ ആ ഒരു കളിശൈലി ഒരു വേറെ തന്നെ, ഒരു വല്ലാത്തൊരു പഹയനാണ് ഗ്രേഗ് സ്റ്റുവർട്ട് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടീം വെച്ചിട്ട് നമ്മളൊന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കുക. ഈ ഒരു പ്ലേയേഴ്സിനെ വെച്ചിട്ട്, അതായത് ഈ ഒരു ഫോറിൻ പ്ലേയേഴ്സിനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇമാജിനേഷൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് തന്നെ കുറച്ച് പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. ഞാനിത് വെറുതെ നിങ്ങളൊരു ഇമാജിനേഷനിലേക്ക് ഇട്ട് തരാം, എൻ്റെ ഒരു അഭിപ്രായം കൂടെ പങ്കുവെക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്ലബിന് ഒരു കിരീടമെങ്കിലും ചൂടാനായിട്ട് സാധിക്കൂ എന്ന് വ്യക്തമായിട്ട് വിശ്വസിക്കുന്ന ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് അടിയിൽ നിന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഒരു ഇന്ത്യൻ താരങ്ങളുടെ വീഡിയോ ആവണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ, അതായത് റീപ്ലേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ISL കളിക്കുന്ന ഇന്ത്യൻ താരങ്ങൾ, ഡിഫൻസ്, മിഡ്ഫീൽഡ്, ഗോൾ കീപ്പർ, അതുപോലെ തന്നെ നമ്മുടെ ഫോർവേഡ് നിര, ഇവരെ പറ്റിയിട്ടുള്ള ഇന്ത്യൻ താരങ്ങളെ ആരൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും ഉണ്ടാവും. അതിലേക്കും ബൈ.